ഹലോ, വി ടി ബൽറാം. നമസ്കാരം. ബൽറാം. എവിടെയാണ് വീട്ടി ഇപ്പം? ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്. അപ്പം ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. കെ പി ഫാമിലി ഒന്നടങ്കം ഇങ്ങനെ വീട്ടിയുടെ വിജയത്തിന്റെ ലീഡ് നില ഇങ്ങനെ എന്താ പറയാ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു വീട്ടി. താങ്ക് യു. ഇന്ന് പാർലമെന്ററി പാർട്ടി യോഗം ഉണ്ടല്ലേ? ഇന്ന് പാർലമെന്ററി പാർട്ടി യോഗം 3 മണിക്ക്. ഓക്കെ, എങ്ങനെ കാണുന്നു വീട്ടി ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ? വളരെ സന്തോഷവും ഒപ്പം അഭിമാനവും തോന്നുന്നു. കാരണം കേരളം മുഴുവൻ ഒരു മാറ്റത്തിനായി വോട്ട് ചെയ്തപ്പോൾ ആ മാറ്റത്തിന്റെ ഭാഗമായി തൃത്താലയും ചിന്തിച്ചു എന്ന് കാണുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതോടൊപ്പം 20 വർഷമായി തൃത്താല അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വികസന സ്തംഭനത്തിന് ഒരു അറുതി വരണമെന്നും തൃത്താലയിൽ ഒരു മാറ്റം ഉണ്ടാകണമെന്നും അവിടുത്തെ ജനങ്ങളുടെ ഒരു നിരന്തരമായ അഭിലാഷത്തിന്റെ പൂർത്തീകരണമായിട്ടാണ് ഞാൻ ഈ വിജയത്തെ കാണുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് തൃത്താല മണ്ഡലത്തിന് വേണ്ടി വീട്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? തൃത്താലയിൽ കഴിഞ്ഞ 20 വർഷമായി അക്ഷരാർത്ഥത്തിൽ വികസന സ്തംഭനം തന്നെയായിരുന്നു നിലനിന്നിരുന്നത്. ഒരുപാട് സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് തൃത്താല. ആ തൃത്താലയുടെ മുഴുവൻ സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ സമഗ്രമായ ഒരു മാസ്റ്റർ പ്ലാൻ, എല്ലാ രംഗത്തുമുള്ള വിദഗ്ധ അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ട് സമഗ്രമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് എന്റെ കടമയായി ഞാൻ തിരിച്ചറിയുന്നത്. വീട്ടി ഈ മണ്ഡലത്തിൽ ഫീൽഡ് ഇറങ്ങിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ വിചാരിച്ചു ഇതൊരു ജനറലി ഒരു ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ്? എങ്ങനെ വിജയത്തിന്റെ സാധ്യതകൾ എങ്ങനെ വീട്ടി വിലയിരുത്തിയത് അന്നേരം? അല്ല, എനിക്ക് ആദ്യം മുതൽ തന്നെ ശുഭപ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ഞാൻ അവിടെ സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ ഒരു റൗണ്ട് പര്യടനം പൂർത്തീകരിച്ചപ്പോൾ തന്നെ തൃക്കാലക്കാർ ഇത്തവണ ഒരു മാറ്റത്തിനായി ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു വ്യക്തമായ സൂചനയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ മാറ്റത്തിന്റെ ചാലകശക്തിയായി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ള വളരെ ആയാസരഹിതമായ ഒരു പ്രവർത്തനം മാത്രമാണ് എനിക്ക് ചെയ്യാൻ ഉണ്ടായിരുന്നത്. വീട്ടിക്ക് എന്താണ് കെ പി അംഗങ്ങളോട് വീട്ടിക്ക് എന്താ പറയാനുള്ളത്? തീർച്ചയായും നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഉന്നത നിലവാരത്തിലുള്ള സംവാദങ്ങൾ കൂടുതൽ സജീവമായി തുടരുക. എൻ്റെ ഇപ്പോഴത്തെ പുതിയ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി എനിക്ക് പൂർണ്ണ സമയം കെ പിയിൽ ചെലവഴിക്കാനോ അല്ലെങ്കിൽ പൂർണ്ണമായ ഡിസ്കഷൻസിൽ പണ്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനോ ഒരുപക്ഷെ സാധിച്ചില്ല എന്ന് വരുമെങ്കിൽ കൂടി ഞാൻ ചർച്ചകൾ തീർച്ചയായും ശ്രദ്ധിക്കുന്നതാണ്. എന്നോട് പറയാൻ അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും മടി കൂടാതെ അതെൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ കൂടി എല്ലാവരും ദയവ് കാണിക്കണം എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു വീട്ടി, താങ്ക് യു, ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു.